ഹായ്, വെൽക്കം ടു കുക്കിംഗ് ഗോസ്പൽ. കുട്ടി ഗോസ്പൽ. ഇന്ന് ഒരു കുക്കിംഗ് ക്ലാസ് ആണ്. നമ്മളിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നൊരു സ്പെഷ്യൽ ഫുഡാണ്. ഈ ഫുഡിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് നോട്ട് ഈറ്റബിൾ, ഇറ്റ് ഈസ് നോട്ട് എഡിബിൾ. കഴിക്കാൻ പറ്റില്ല. എങ്കിലും നമുക്ക് ഈ കുക്കിംഗ് തുടങ്ങാം. ആദ്യം നമ്മുടെ മുന്നിൽ 4 എംപ്റ്റി ഗ്ലാസ്സസ് ഉണ്ട്. അതിലേക്ക് നമ്മൾ പാകത്തിന് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. മതിയാവും. ലാസ്റ്റ് ഗ്ലാസ്സിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്നു. ഓക്കെ, ഇനി ഓരോ ഗ്ലാസ്സിലേക്കും നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ഇടാൻ പോവാണ്. ആദ്യത്തെ ഗ്ലാസ്സിൽ നമ്മൾ ഇടാൻ പോകുന്നത് സ്റ്റോൺസ് ആണ്. സ്റ്റോൺസ് ഇട്ടു. രണ്ടാമത്തെ ഗ്ലാസ്സിൽ നമ്മൾ ഇടാൻ പോകുന്നത് സോയിലാണ്. സോയിൽ ഇട്ടു. ഇനി മൂന്നാമത്തെ ഗ്ലാസ്സിൽ ഇടാൻ പോകുന്നത് നമ്മൾ സ്പോഞ്ചാണ്. സ്പോഞ്ച് ഒന്ന് സ്ക്യൂസ് ചെയ്യേണ്ടി വരും. നല്ല നമ്മൾ ഇടണതാണ്. നിറഞ്ഞു പോയി. ഒയ്യോ, വെള്ളം നിറഞ്ഞു പോയി. ഇനി നാലാമത്തെ ഗ്ലാസ്, ലാസ്റ്റ് ഗ്ലാസ്സിൽ നമ്മൾ ഇടാൻ പോകുന്നത് പ്യൂർ സോൾട്ട് ആണ്. സോൾട്ട് ഇട്ടു. ഓക്കെ, ഇനി നമ്മൾ ഏകദേശം നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. അതിനു മുമ്പ് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കണ്ട്. ഇതൊന്ന് ഇളക്കി നോക്കാം നമുക്ക്. ഓക്കെ, ആദ്യത്തെ സ്റ്റോൺ ഇട്ട ഗ്ലാസ് ഇളക്കുകയാണ്. കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. ഇനി നമ്മൾ സോയിലിട്ട ഗ്ലാസ് ഇളക്കാണ്. സോയിലിട്ട ഗ്ലാസ് ഇളക്കി. ഇനി സ്പോഞ്ച് ഇട്ട ഗ്ലാസ് ഇളക്കാൻ പറ്റൂല, കാരണം സ്ഥലമില്ല, അത്രയും തിങ്ങി. ഇനി ലാസ്റ്റ് നമ്മൾ സോൾട്ട് ഇട്ട ഗ്ലാസ് ഇളക്കാണ്. യെസ്, നമ്മുടെ കുക്കിംഗ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നോക്കാം ഈ ഗ്ലാസ്സിലെ വെള്ളത്തിന് എന്ത് സംഭവിച്ചു. ആദ്യത്തെ ഗ്ലാസ്സിലെ വെള്ളത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. രണ്ടാമത്തെ ഗ്ലാസ്സിലെ വെള്ളത്തിന്റെ കളർ മാറി. മൂന്നാമത്തെ ഗ്ലാസ്സിൽ വെള്ളം ഇല്ല. നാലാമത്തെ ഗ്ലാസ്സിൽ കലങ്ങിയിട്ടുണ്ട്. സോൾട്ടി വാട്ടറായി. സോൾട്ട് ടേസ്റ്റാണ് കിട്ടുന്നത്. ഇനി ഞാൻ ഈ കുക്കിംഗ് ക്ലാസ് എടുത്തത് എന്തിനാണെന്നറിയാമോ? ഈ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഈ ഫുഡ് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ദീസ് 4 glasses, ദിസ് ഈസ് എർത്ത്. നമ്മൾ ജീവിക്കുന്ന ഭൂമിയാണ് ഈ 4 ഗ്ലാസ്സുകൾ. അതിൽ ഒരേപോലെ ഞാൻ വെള്ളം ഒഴിച്ചു. ഒരേപോലെയാണ് ഈ ഭൂമിയിൽ നമുക്ക് റിസോഴ്സസ് ഉള്ളത്. ഒരേ ഭൂമി, ഒരേ വിഭവങ്ങളാണ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നത്. ശരിയല്ലേ? ഇനി ഇതിനകത്ത് ഇട്ടേക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് ഓരോരുത്തരും നമ്മൾ തന്നെയാണ്. ഇപ്പോൾ 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പീപ്പിളെയാണ് ഈ കുക്കിംഗ് ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തെ ഗ്ലാസ്സിലെ ആൾക്കാർ സ്റ്റോൺ പോലെയാണ്. അവർ ഈ എർത്തിലെ, ഈ ഭൂമിയിൽ ജീവിക്കുന്നു. അവർക്കൊരു മാറ്റം ഉണ്ടാവുന്നില്ല. അവർ ജീവിക്കുന്ന സൊസൈറ്റിയിലും ഭൂമിയിലും ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. ചുറ്റുപാടും ഒരു മാറ്റം ഉണ്ടാകാതെ, അവരിലും മാറ്റമില്ലാതെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് ലൈഫ് നയിക്കുന്ന ആൾക്കാരാണ് ഈ ഒന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയാം. രണ്ടാമത്തെ ഗ്രൂപ്പിലെ പീപ്പിള് അവർ ജീവിക്കുന്ന സ്ഥലത്ത് ഒരു മാറ്റം ഉണ്ടാക്കി, പക്ഷെ ആ മാറ്റം പോസിറ്റീവ് അല്ല. വെള്ളം കലങ്ങി. അവർ കാര്യങ്ങൾ കുളമാക്കുന്ന ആൾക്കാരാണ്. അവരുടെ പ്രസൻസ് ഭയങ്കര ഡിസ്റ്റർബിങ് ആണ്. അവരുടെ പെരുമാറ്റം, അവരുടെ വാക്കുകൾ, ഇറ്റ്സ് ക്വൈറ്റ് ഡിസ്റ്റർബിങ്. അപ്പോൾ അത്തരം ആൾക്കാരുടെ ആൾക്കാർ ഓടി രക്ഷപ്പെടാൻ പോയി. അപ്പോൾ ചുറ്റുപാടും വൃത്തികേടാക്കുന്ന, ഡിസ്റ്റർബ് ചെയ്യുന്ന ആൾക്കാരെ ഗ്രൂപ്പാണ് ഈ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയാം. മൂന്നാമത്തെ നോക്കിയാൽ നിങ്ങൾ ഈ യെല്ലോ സ്പോഞ്ചിന് എന്നാ പറ്റി? അത് വെള്ളമേ കാണാനില്ല, വെള്ളം മുഴുവൻ അബ്സോർവ് ചെയ്തു. ദർ സെൽഫിഷ് പീപ്പിൾ. അവർ സമൂഹത്തിന് ഒരു നന്മയും ചെയ്യുന്നില്ല, ബട്ട് ദേ ആർ ഗെറ്റിംഗ് ഓൾ തിങ്സ് ഫ്രം ചുറ്റും. ആൾക്കാരെ നോക്കി അവർ സാധനങ്ങൾ ഇങ്ങനെ ആഗിരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിനൊരു ഗുണമില്ല, അവർക്ക് മാത്രം ഗുണം ഉണ്ടാക്കുന്ന സെൽഫിഷ് പീപ്പിളാണ് തേർഡ് ടൈപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയാം. ഇനി ഫോർത്ത് നോക്കിയാൽ നിങ്ങൾ, ഫോർത്തിൽ സോൾട്ട് ഡിസപ്പിയർ ആവുകയാണ്, ബട്ട് ഇറ്റ് ലീവ്സ് എ മാർക്ക്, ടേസ്റ്റ്. ആ മാർക്ക് ചെയ്ത ടേസ്റ്റ്.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര ഭംഗിയായിട്ട് എല്ലാം ഇട്ടിട്ട് നമ്മളൊരു കറി ഉണ്ടാക്കുന്നു, പക്ഷെ സോൾട്ട് മിസ്സിംഗ് ആണെങ്കിൽ എന്താ പറയുക, ഒരു ടേസ്റ്റും ഇല്ല, ഒരു ടേസ്റ്റും ഇല്ലെന്ന് നമ്മൾ പറയും. സോ സോൾട്ട് ഗീവ്സ് ടേസ്റ്റ്. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ നമ്മോട് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. യു ആർ ദ സോൾട്ട് ഓഫ് ദ എർത്ത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. എന്ന് വെച്ചാൽ എന്താ, നിങ്ങളാണ് ഭൂമിക്ക് ടേസ്റ്റ് കൊടുക്കേണ്ടത്. മക്കളെ, നമ്മൾ ഓരോരുത്തരാണ് ഈ ജീവിക്കുന്ന ഭൂമിയിൽ ചുറ്റും രുചി പകരേണ്ട ആൾക്കാരാണ്. എൻ്റെ കുക്കിംഗ് ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾ ഇതിൽ 4 ഗ്ലാസ്സിൽ നിങ്ങൾ ആരാകാനാണ് ആഗ്രഹം? What do you want to become? Yes, that's the right choice. The fourth one. You become the salt. You become the salt. You become the taste. എല്ലാവർക്കും ടേസ്റ്റി സൺഡേ.